ഹരി ഓം. ദശകം 70, ശ്ലോകം 4. കഥാപി ഖലു സീരിണാ ബിഹരതി ത്വയി ശ്രീജനൈർജഹാരധനദാനുഗസ്സഖില ശംഖചൂഡോബലാഃ അതിദ്രുതമനുദ്രുതസ്ഥമഥമുക്തനാരീജനം രുരോജിതശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഃ. കഥാപി ഖലു സീരിണാ ബിഹരതി ത്വയി സ്ത്രീജനൈഃ. കഥാപി ഖലു സീരിണാ ബിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാര ധനദാ അനുഗഃ സഹ കില ശംഖചൂഡഃ അബലാഃ. ജഹാരധനദാനുഗഃ സ കില ശംഖചൂഡോബലാഃ. ശംഖചൂഡഃ അബലാഃ ശംഖചൂഡോബലാഃ. അതിദ്രുതം അനുദ്രുതഃ തം അധ. അതിദ്രുതമനുദ്രുതസ്ഥമധ. അതിദ്രുതം അനുദ്രുതഃ തം അധ. അതിദ്രുതമനുദ്രുതസ്ഥമധ മുക്തനാരീജനം. അതിദ്രുതമനുദ്രുതസ്ഥമധമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യ അദദാഃ. തസ്യ അദദാഃ തസ്യാദദാഃ. കഥാപി ഖലു സീരിണാ ബിഹരതി ത്വയി ശ്രീജനൈർജഹാരധനദാനുഗഃ സ കില ശംഖചൂഡോബലാഃ അതിദ്രുതമനുദ്രുതസ്ഥമധമുക്തനാരീജനം രുരോജിതശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഃ. ശ്ലോകം 4 അന്വയവും അർത്ഥവും. ഈ ശ്ലോകം 4 ശംഖചൂഡവധമാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ശംഖചൂഡൻ എന്നു പേരായ ധനതൻ്റെ വധമാണ്. ധനതൻ എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ ഭൃത്യൻ. ധനദാനുഗവധം, ധനതൻ്റെ അനുഗൻ. അനുഗൻ എന്ന് പറഞ്ഞാൽ പിന്നാലെ പോകുന്നവൻ, അനുഗമിക്കുന്നവൻ. അതാണ് ഭൃത്യന്മാരെന്ന് പറയുന്നത്. അപ്പം കഥാപി ഖലു ത്വയി സീരിണാ സ്ത്രീജനൈഃ വിഹരതി സഹ ധനദാനുഗഃ ശംഖചൂഡഃ അബലാഃ ജഹാര കില അധ ത്വം അതിദ്രുതം അനുദ്രുതഃ മുക്തനാരീജനം തം രുരോജിത തസ്യ ശിരോമണിം ഹലഭൃതേ അദദാഃ ച. കഥാപി ഖലു ത്വയി, ഒരിക്കൽ നിന്തിരുവടി. കഥാപി ഖലു ത്വയി, ഒരിക്കൽ നിന്തിരുവടി. സീരിണ ബലരാമനോടുകൂടി. സീരി ബലരാമൻ. സീരം എന്ന് പറഞ്ഞാൽ കലപ്പ. അപ്പോൾ സീര ഉള്ളവൻ സീരി, അതാണ് സീരിണി. ബലരാമനോടുകൂടി സ്ത്രീജനൈഃ വിഹരതി. സ്ത്രീജനൈഹി ഗോപസ്ത്രീകളുമായി ആ ഉല്ലസിക്കുന്ന സമയത്ത്. കഥാപി ഖലു ത്വയി സീരിണ സ്ത്രീജനൈഃ വിഹരതി, ഒരിക്കൽ നിന്തിരുവടി ബലരാമനോടുകൂടി ഗോപസ്ത്രീകളുമായിട്ട് ആ ഉല്ലസിക്കുന്ന സമയത്ത് സഹ ധനദാനുഗഃ ശംഖചൂഡഃ അബലാഃ ജഹാര കില. സഹ ധനദാനുഗഃ ശംഖചൂഡഃ, ആ ധനികൻ്റെ ഭൃത്യനായ, ആ കുബേരൻ്റെ ഭൃത്യനായ ശംഖചൂഡൻ നിന്തിരുവടിയെ അനാദരിച്ച് അബലാഹ ജഹാര കില, സ്ത്രീകളെ കട്ടുകൊണ്ടുപോയത്രേ. അബലാഹ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വെച്ചാൽ ബലമില്ലാത്തവരെന്നല്ല അർത്ഥം, മറിച്ച് അഹ ബലം യാസാം താഹ അബലാഹ. അഹ എന്ന് പറഞ്ഞാൽ വിഷ്ണു. യാസാം യാതൊരുവർക്ക്, ബലം ബലമാണോ, താഹ അവർക്ക് വെച്ചാൽ സ്ത്രീകൾക്ക്. വിഷ്ണു യാതൊരുവർക്ക് ബലമാണോ അവർ, ആ സ്ത്രീകൾ. അപ്പം അവരെയാണ് അബലകൾ എന്ന് പറയുന്നത്. അഹ ബലം യാസാം താഹ അബലാഹ. ഇവിടെ ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ വിഷ്ണു തന്നെയല്ലേ ബലം. അപ്പം അങ്ങനെയുള്ള അബലകളെ, ആ സ്ത്രീകളെയാണ് ഈ ശംഖചൂഡൻ കട്ടുകൊണ്ടുപോയത്. അധത്വം അതിദ്രുതം അനുദ്രുതഃ. അധത്വം അതറിഞ്ഞ് അവിടുന്ന്
അതിദ്രുതം വളരെ വേഗം അനുദ്രുത പിന്തുടർന്ന് ചെന്നപ്പോൾ മുക്തനാരീജനം തം രുരോജിത ആ സ്ത്രീകളെ കൈവിട്ട് ഓടിപ്പോകുന്ന അവനെ രുരോജിത നിഗ്രഹിച്ചു. ഭഗവാൻ അവനെ നിഗ്രഹിച്ചു. തസ്യ ശിരോമണിം ഹലഭൃതേ അതദാഹ ച തസ്യ അവൻ്റെ ശിരോമണിം ശിരസിലുണ്ടായിരുന്ന രത്നം ബലരാമൻ ഹലഭൃതേ ബലരാമന് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഒരിക്കൽ ഭഗവാൻ ബലരാമനോടും ഗോപസ്ത്രീകളുമായിട്ട് ഉല്ലസിച്ചിരിക്കുന്ന സമയം, അപ്പോൾ കൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്, ഗോപസ്ത്രീകളുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഉല്ലസിച്ചിരിക്കുന്ന സമയം കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലൊക്കെ വായിക്കും. ബാക്കിയുള്ളവരത് ആസ്വദിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് പോകത്തില്ലേ, അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ആ കുബേരൻ്റെ ഭൃത്യനായ ശംഖചൂഡൻ ഗോപസ്ത്രീകളെ കട്ടുകൊണ്ടുപോയി. ആ ശംഖചൂഡൻ യക്ഷനാണ്. യക്ഷന്മാരെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെ പോലെ തന്നെയാണ് അവർ. നല്ല തടിമെടുക്കുള്ളവരാണ്. അവർക്ക് കുറേ പേരെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെയുള്ള കഴിവുണ്ട്. അങ്ങനെ അവരെ കട്ടുകൊണ്ടുപോയപ്പോൾ അവർ നിലവിളിച്ചു. ഭാഗവതം പറയുകയാണ്. അപ്പോൾ അവർ നിലവിളിച്ചു. അപ്പോഴെന്ത് ചെയ്തു, ബലരാമൻ അങ്ങോട്ട്, എന്നാൽ പിന്നെ ഞാനിപ്പോൾ പോയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, ഞാൻ ഇപ്പോൾ പോകുക എന്ന് പറഞ്ഞു ഉടനെ ബലരാമൻ അങ്ങോട്ട് പോകാനൊരുങ്ങി. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഏട്ടൻ അവിടെ നിന്നോളൂ, ഇതൊക്കെ ഞാൻ പോയേക്കാം, ഏട്ടൻ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ അവൻ്റെ ആ ശംഖചൂഡന് പിന്നാലെ ഓടി. അപ്പോൾ അവന് മനസ്സിലായി, ആ ശംഖചൂഡന് മനസ്സിലായി, ഇപ്പോൾ എന്നെ പിടിക്കും, അവൻ്റെ പുറകെ എത്തിക്കഴിഞ്ഞു, ഇപ്പോൾ എന്നെ പിടിക്കും. ഈ വന്നിരിക്കുന്നത് വിഷ്ണു തന്നെയാണ്, ഈ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് വിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലായിട്ട് അവൻ ഉടനെ തന്നെ ആ സ്ത്രീകളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. അപ്പോൾ ഭഗവാൻ ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ ഒരു പണി ഒപ്പിച്ചിട്ട് വരാം, നിങ്ങളിവിടെ തന്നെ നിന്നോണേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ ഓടി. എന്നിട്ട് അവനെ പിടിച്ച് അവനെ ആട്ടിച്ച് കൊല്ലുക മാത്രമല്ല, അവൻ്റെ ശിരസിലുണ്ടായിരുന്ന ആ ശിരോരത്നം തല ആട്ടിച്ച് പൊട്ടിച്ച് വെളിയിലെടുത്തു. എന്നിട്ട് തിരിച്ച് ആ സ്ത്രീകളെയും കൊണ്ട് വന്ന് ആ രത്നം ബലരാമന് കൊണ്ട് കൊടുത്തു. അപ്പം എന്താണ് ഈ ശിരോരത്നം? അപ്പോൾ നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമുക്കുമുണ്ട് ശിരോരത്നം. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ വിവേകം തന്നിട്ടുണ്ട് ഭഗവാൻ. അപ്പം അതാണ് ആ വിവേകം, അതാണ് ശിരോരത്നം. ആ വിവേകം തന്നിരിക്കുന്നത് ഭൗതിക വിഷയങ്ങളിൽ ആസക്തനായിട്ട് ഈ ശരീരം നശിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ശരീരം പോകുന്നതിന് മുമ്പ് ആ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയുള്ളതാണ് ആ ശിരോമണി, ആ വിവേകം. അപ്പോൾ ഏതാണ് നിത്യം ഏതാണ് അനിത്യം എന്ന് വേർതിരിച്ച് അറിയാനുള്ളതാണ് വിവേകം. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്നതൊന്നും തന്നെ നിത്യമായിട്ടുള്ളതല്ല, ഇന്നുണ്ടായി നാളെ നശിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്, അതാണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ നശിക്കാത്തത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ശംഖചൂഡന്മാരുണ്ട്. അപ്പോൾ ആ ശംഖചൂഡന്മാർ ആവാൻ പാടുള്ളതല്ല നമ്മൾ എന്നുള്ളതാണ് ഇതിനകത്തെ തത്വം. കഥാപി ഖലു സീരിണാഭിഹരതേ ത്വയി ശ്രീജനൈർജഹാരധനദാനുഗസഖില ശംഖചൂഡോബലാഹ അതിദ്രുതമനുദ്രുതസ്ഥമധമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഹ.